കൊള്ളില്ല, ഒരു വഴിക്ക് കൊള്ളില്ല. ഇരുന്ന് ഉറങ്ങി. ഏകദേശം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും നന്നായിട്ടിരുന്ന് ഉറങ്ങി. അമ്മാതിരി ഒരു 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 ഇതുമില്ലാത്തൊരു സിനിമ. കോമഡി എന്ന് ഇക്ലിയാക്കിയാൽ പോലും ചിരിക്കാം. അങ്ങനത്തെ കോമഡിയാണ്. ഒരു രസവുമില്ല, കൊള്ളത്തില്ല. പാട്ടൊക്കെ കണ്ടിട്ടാണ് ഞാൻ കയറിയത്. പിന്നെ അതിൽ പാട്ടുകളുണ്ട്, നല്ല പാട്ട്. പിന്നെ ആ ഒരു വിനായകൻ്റെ ആ ഒരു ഡാൻസൊക്കെ കാണിക്കുന്നതല്ലേ, അത് മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ വേണ്ടി കഥയായിട്ടും കഥയും തിരക്കഥയും മോശം. അതുകൊണ്ടാണ് സിനിമ കൊള്ളില്ല. മൊത്തത്തിൽ ഒരു വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചു. രണ്ടുപേരും നല്ല അഭിനേതാക്കളാണല്ലോ. പിന്നെ കൂടെ അഭിനയിച്ച കുറേ ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥയുടെ പോരായ്മ, കഥ കൊള്ളില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ ഒരു ഇതിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് അതിൽ തന്നെ അങ്ങ് ചെന്ന് അവസാനിച്ചേക്കാണ്. കൊള്ളില്ല, ഒരു വായിക്ക് കൊള്ളില്ല. സിനിമ തുടക്കം മുതൽ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ലാഗ് അടുപ്പിച്ച് അന്യായ ലാഗ് അടുപ്പിക്കലായിരുന്നു. പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടക്കം കുറച്ചൊരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ രീതിയിലൊരു പ്രോമിസിങ് ആയിട്ടുള്ളതായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ട്രെയിലറിൽ കണ്ടതുപോലെ അപ്പോൾ നമുക്ക് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് വ്യക്തിത്വങ്ങൾ, അവരുടെ സ്വഭാവത്തിൽ വരുന്ന എന്താ പറയുക, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം അങ്ങനത്തെ രീതിയിലാണ് തുടങ്ങിയത്. അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിരുന്നു. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലോട്ട് ആവുമെന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സിനിമ കയ്യിൽ നിന്ന് വിട്ടുപോയി. കാരണം എന്തൊക്കെയോ രംഗങ്ങൾ അവർ റാൻഡമായിട്ട് അവരിങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ തിരക്കഥ ഇല്ലാത്ത ഒരു സംവിധാനം ചെയ്ത സിനിമയാണോ, അപ്പോൾ മലയാളത്തിൽ തിരക്കഥ ഇല്ലാതെ തന്നെ ഷൂട്ടിംഗ് സെറ്റിലിരുന്നിട്ട് എഴുതിയ സിനിമകൾ പോലും വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തതാണോ എന്താണെന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കുകയാണ്. യാതൊരു വിധത്തിലും ഒരു എൻഗേജ് ചെയ്യിപ്പിക്കാതെ പോകുന്ന ഒരു സിനിമയായിട്ടാണ് ഇത് എനിക്ക് തോന്നിയത്. കഥയും ഇല്ല, തിരക്കഥയില്ല, എന്തെങ്കിലും വേണ്ടേ പെർഫോം ചെയ്യാനായിട്ട്? അതൊന്നുമില്ലാതെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു. ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇനി തിരക്കഥയിലോട്ടൊന്ന് കൈകടത്തിയാലൊന്നിട്ട് ഇതുണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകളെ കാണുമ്പോഴത്തേക്ക് ഇതിനേക്കാൾ നന്നായിട്ട് നമുക്കൊന്ന് ഇങ്ങനെയൊക്കെ ഒരു എഴുതിയെടുത്ത് ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കും കൂടെ ഒന്ന് തിരക്കഥയിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട്. ഞാൻ കണ്ട സിനിമകളിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ, ഇഷ്ടപ്പെടാത്ത സിനിമകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ ഈ വർഷം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വെറുപ്പിച്ച് കൊല വിളിച്ച ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിലൊരു എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത, അതിനകത്ത് അനാവശ്യമായ സീനുകൾ കുറേ ഉണ്ട്. എന്തിനൊക്കെയാണ് അത്? തമാശയ്ക്ക് വേണ്ടിയിട്ട് അവർ ഉദ്ദേശിച്ചതാണോ? ആണെങ്കിൽ ഇതിപ്പോൾ 90s, ഇപ്പം നമ്മൾ പല സിനിമകൾ കാണുമ്പോൾ പറയും ഇതൊക്കെ 80s കോമഡി, 90s കോമഡി. ഇത് 80s 90s ആർക്കും ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ അനാവശ്യമായിട്ടുള്ള കുറേ സീനുകൾ എന്തിനാണെന്ന് അറിയില്ല. ഒറ്റ തമാശ പോലും വർക്കായിട്ടില്ല. തിയേറ്ററിനകത്തു നിന്ന് ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്കൊന്നൊന്ന് ഒരു വായിൽ എന്തെങ്കിലും ഒരു സൗണ്ട് വരുന്നതായിട്ട് ഒന്നും തോന്നില്ല. പിന്നെ കുറച്ച് ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊട്ടും വർക്കൗട്ടായില്ല. ഇപ്പം ജാനേമൻ എന്ന സിനിമയിലൊക്കെ നമുക്ക് പറയാമല്ലോ, അങ്ങനത്തെ ഒരു പശ്ചാത്തലം വരുമ്പോഴത്തേക്ക് അതെങ്ങനെ മികച്ച രീതിയിൽ, അല്ലെങ്കിൽ അത് പ്രേക്ഷകരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. പക്ഷേ അത് അങ്ങനത്തെ ഡാർക്ക് ഹ്യൂമർ എല്ലാം ചീറ്റിപ്പോയി. സിനിമയിൽ പോസിറ്റീവായിട്ട് പറയാനായിട്ട് ഒരു പോയിന്റ് പോലും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല.